എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അതിനകത്തേക്കായിട്ട് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഇത് 1 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീൻ ചൂതാൻ എന്നാണ് പേര്. മലപ്പുറത്തൊക്കെ ഇതിന് ചൂതാൻ എന്നാണ് പറയുന്നത്. ഇത് വെള്ള ചൂതാനാണ്. അത് 1 കിലോ കഷ്ണങ്ങളാക്കിയത്, കഴുകി വെച്ചത്. പിന്നെ അതിലേക്ക് മുളക് പൊടി 6 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ മുളക് 2 എണ്ണം അരിഞ്ഞത്. വെളുത്തുള്ളി, ഇഞ്ചി ഒരു 2 ഇഞ്ച് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും, വെളുത്തുള്ളി 15 അല്ലി നീളത്തിൽ അരിഞ്ഞതും. പിന്നെ കുടംപുളി 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള കുടംപുളിയാണ്, അതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് നുറുക്കി കഴുകി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ കറിവേപ്പില, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് ഈ കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. അതിലേക്കായിട്ട് ഒരു 500 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 500 ml വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് പുളിയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നവരെ തിളപ്പിക്കണം. എന്നിട്ട് വേറെ വെള്ളമൊന്നും മീനിൽ ചേർക്കണില്ല. ഇതാണ് മീനിൽ വെള്ളമായിട്ട്, വേവാനുള്ള വെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. പുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അതിൽ പുളിയൊക്കെ വെള്ളത്തിലേക്ക് ശരിക്കും ഇറങ്ങുന്നത് വരെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. പച്ചമണം മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. മുളക് പൊടി പച്ചമണം മാറുന്നത് വരെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് മീൻ വയ്ക്കാൻ ഏറ്റവും നല്ലത്. ചാറൊക്കെ നല്ല കട്ടി കിട്ടുന്നതാണ്. മുളക് ചേർക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടേണ്ടതാണ്, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് പാകമായിട്ടുണ്ട്. ഈ സമയത്ത് തയ്യാറാക്കി വെച്ച പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്ത് വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. പുളിവെള്ളം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതുകൊണ്ട് വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് തിളപ്പിക്കുക നന്നായിട്ട്. ഇതിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കണ വരെ മൂടി വെച്ച് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. മീൻ നന്നായിട്ട് തിളച്ച് അത് കഷ്ണങ്ങളിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മൂടി മാറ്റി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇനി തവി കൊണ്ട് ഇളക്കരുത്. മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചട്ടി ചുറ്റിച്ച് വേണം ഇളക്കി കൊടുക്കാൻ. മീനിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങളിലേക്ക് ഒരേപോലെ പുളിയും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചാറ് നന്നായിട്ട് കുറുകിയിട്ട് വരുന്നത് വരെയാണ് ഇത് വേവിക്കേണ്ടത്. ഈ സമയത്ത് മീനിൽ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാവുന്നതാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടി ചുറ്റിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. മീനൊന്നുകൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ കുറുകി വരാനുണ്ട്. ഇത് ക്രിസ്ത്യൻ സ്റ്റൈലിലുള്ള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇന്ന് വൈകിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റായി കിട്ടും. മീൻ പാകത്തിന് വെള്ളം വറ്റി കുറുകി വന്നിട്ടുണ്ട്. മുളകൊക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഈ പാകത്തിനാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകുന്നതാണ്. ഇത് കപ്പയ്ക്കും ചോറിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.